ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഫേസ് ബ്രൈറ്റനിങ്ങിനും സ്കിൻ ബ്രൈറ്റനിങ്ങിനും വൈറ്റനിങ്ങിനും അതുപോലെ നമ്മളുടെ ഫേസിലൊക്കെ വരുന്ന പിമ്പിൾസ്, അതുപോലെ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള കറ്റാർവാഴയും കുറച്ച് ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോപ്പാണ്. അപ്പോൾ ഇതാ നമ്മൾ സോപ്പ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് വലിയൊരു കറ്റാർവാഴ ലീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ യെല്ലോയിഷ് കറയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ എന്താ പറയുക ജെല്ല് മാത്രം നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതിൻ്റെ ജെല്ല് മാത്രം ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും പൾപ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്താ പറയുക മിക്സിയിലിട്ട് ഇതിൻ്റെ ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന ഒന്നാണ് തുളസി. തുളസി ഉള്ളവർ കിട്ടുന്നവർ അതൊരു പിടി എടുക്കുക. അപ്പോൾ ഇതൊരു പിടി തുളസി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറ്റാർവാഴയും പിന്നെ ഇതിലേക്ക് ആര്യവേപ്പില കിട്ടുന്നവരുണ്ടെങ്കിൽ ആര്യവേപ്പില എടുക്കാം. കാരണം നമ്മുടെ പാടുകളൊക്കെ പെട്ടെന്ന് മാറാൻ ആര്യവേപ്പില ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഒരു തണ്ട് ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മിക്ക പേരും എടുക്കാറുള്ളത് സോപ്പ് ബേസൊക്കെയാണ്. അപ്പോൾ സോപ്പ് ബേസിൻ്റെ എമൗണ്ട് നോക്കുമ്പോൾ ഒരു 200 രൂപ 300 രൂപയുടെ അടുത്തായിട്ട് വരും. അപ്പോൾ ഞാൻ സോപ്പ് ബേസ് ഒന്നും കയ്യിലില്ല. അപ്പോൾ ഞാൻ പിയർ സോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിയർ സോപ്പ് എടുക്കാൻ കാരണം ഇതിൽ 98% ഗ്ലിസറിനാണ്. അപ്പോൾ നമുക്കൊരു ഗ്ലിസറിൻ സോപ്പ് ബേസ് എടുക്കുന്നതിന് ഗ്ലിസറിൻ ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ പിയർ സോപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 45 രൂപയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആകെ വരുന്ന ചിലവ് ഈ 45 രൂപയാണ്. അപ്പോൾ ഇതാ പിയർ സോപ്പ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സോപ്പ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് അതായത് നമ്മളുടെ കറ്റാർവാഴയും ആര്യവേപ്പിലയും തുളസിയിലയും നന്നായിട്ട് മിക്സിയിൽ എടുത്തൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ പിയർ സോപ്പ് ഒന്ന് മെൽറ്റ് ചെയ്ത് കിട്ടണം നമുക്ക്. അപ്പോൾ അത് ഡബിൾ ബോയിലിംഗ് വഴിയാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുക. എന്നിട്ട് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ പിന്നെ പിയർ സോപ്പിൻ്റെ ആ ചെറുതാക്കി വെച്ചിട്ടുള്ള പീസ് ഒരു സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ കറ്റാർവാഴയും ആര്യവേപ്പിലയും തുളസിയിലയും അരച്ച് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അരിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ, കാരണം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ജസ്റ്റ് അതിൻ്റെ നാരുകൾ പെട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, ഗ്രീൻ കളർ. കാരണം സോപ്പ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നൊരു നിർബന്ധമില്ല. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം ഈ ഒരു സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ സോപ്പ് ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം എന്താ പറയുക ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്കത് സ്റ്റൗവിൽ നിന്നും മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ്ചർ രണ്ടും കൂടി ഒരുമിച്ചാക്കുക. ഇത് ആ ഒരു ചൂടുള്ള ടൈമിൽ തന്നെ ചെയ്യണം. കാരണം ചൂട് ആറിക്കഴിഞ്ഞാൽ ഗ്ലിസറിൻ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സോപ്പ് ബേസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കളറും ഉണ്ടാവില്ല, സ്മെല്ലൊന്നും കിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ തുളസിയും ആര്യവേപ്പും ഒക്കെ വെച്ചതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കളറുണ്ട്. പിന്നെ ഞാനിവിടെ സോപ്പ് മോൾഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള ഈ രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ സോപ്പ് ഒഴിച്ച് വെക്കുന്നത്. കാരണം സോപ്പ് മോൾഡും സോപ്പ് ബേസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആവത്തില്ല. നല്ലത് നമുക്ക് ജസ്റ്റ് ഈ സോപ്പ് ഷോപ്പിൽ നിന്ന് വാങ്ങാവും നല്ലത്. കാരണം 50 രൂപയുടെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്കൊരു അലോവേരയുടെ സോപ്പൊക്കെ കിട്ടും. അപ്പോൾ ജസ്റ്റ് നമ്മൾ കയ്യിലുള്ള പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര എക്സ്പെൻസീവ് ആവില്ല. ഈ ഒരു പിയർ സോപ്പിൻ്റെ പ്രൈസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഞാനിനി ഈ രണ്ട് പാത്രത്തിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറെയും നമ്മുടെ കയ്യിൽ ഷേപ്സ് ഉള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലൊക്കെ ഒഴിച്ച് വെക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്.
അപ്പോൾ ഇനി നമുക്കിതൊരു 3 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. അപ്പോൾ മാറ്റി വെക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ ജസ്റ്റ് ഇതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും. പിന്നെ ഗ്ലിസറിൻ സോപ്പ് ആയതുകൊണ്ട് തന്നെ അന്ന് തന്നെ യൂസ് ചെയ്യാതെ 2-3 ദിവസം വെക്കുക, നന്നായിട്ട് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം നമ്മൾ സോപ്പ് ഇതാ ഇങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഗ്ലിസറിൻ സോപ്പ് ആയതുകൊണ്ട് നമുക്ക് അന്ന് തന്നെ യൂസ് ചെയ്യാതിരിക്കാൻ നല്ലത്, കാരണം പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോവില്ല. അല്ലെങ്കിൽ നമ്മുടെ പിയർ സോപ്പിൻ്റെ ഒക്കെ പോലെ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ട് തരുന്ന സോപ്പാണ്, എല്ലാവരും ട്രൈ